മരം പോലും ഇല്ലാത്തത് കൊണ്ട് ഓക്സിജൻ വരെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു നാടുണ്ട്, നീഡ്വില്ലെ. ഈ നാടിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇവരുണ്ടല്ലോ ഈ ടാങ്കിൽ വാങ്ങി വെക്കുന്നത് എന്താണെന്ന ഗ്യാസ് ആണ് കേട്ടോ. എന്നാ മരമില്ല, ഓക്സിജൻ പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടാണ് ഇവർക്കുള്ളതെന്നുള്ള യാതൊരു അഹങ്കാരവും ഇല്ലാത്ത നാട്ടുകാരാണ് അവിടെയുള്ളത്. കാരണം അവർക്ക് ആവശ്യത്തിന് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള മരങ്ങളും പുല്ലുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ, പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇലക്ട്രിസിറ്റിയിലൂടെ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാട് കണ്ടുപിടിച്ച വ്യക്തിയാണ് അലോഷ്യസ് ഓഹെയർ. പുള്ളിക്കാരനാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ ഗ്യാസ്, അതായത് ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ശരിക്കും ഒരു മതിൽ കെട്ടിനകത്താണ് ജീവിക്കുന്നത്. മതിൽ കെട്ടിനകത്തെ ഈ ജീവിതം സ്വർഗ തുല്യമാണെന്നാണ് ഇവരെല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അവിടെയുള്ള 10 വയസ്സുകാരനാണ് ടെഡ്. ടെഡിനാണെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഓഡ്രിയെ വലിയ ഇഷ്ടമായിരുന്നു. ഓഡ്രിയുടെ അടുത്തേക്ക് ഒരു ദിവസം ടെഡ് പോയപ്പോൾ അവള് വരച്ച മരങ്ങളുടെ ചിത്രം നമ്മുടെ ഓഡ്രി അവന് കാണിച്ചു കൊടുത്തു. ഇതാണ് യഥാർത്ഥ ട്രഫിൾ മരങ്ങള്. എനിക്കുണ്ടല്ലോ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥ മരം ഒന്ന് കൈകൊണ്ട് തൊടണം എന്നതാണ്. അത്രയ്ക്ക് നല്ലതാണത്രേ കാണാനായിട്ട്. നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് കേട്ടതും ടെഡിന്റെ മനസ്സിൽ ഓഡ്രിക്ക് എങ്ങനെയെങ്കിലും ഒരു മരം എത്തിച്ചു കൊടുത്ത് അവളുടെ ഇംപ്രഷൻ പിടിച്ചു പറ്റണം എന്നുള്ള ചിന്തയായി. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത്, നമ്മൾ പുതിയ മോഡൽ മരം വാങ്ങിയിട്ടുണ്ട് മോനെ, ഇതിൽ DJ ലൈറ്റ് ഉണ്ടെന്നാണ്. എന്നാ അവന്റെ മുത്തശ്ശിക്ക് ചിലതൊക്കെ അറിയാമായിരുന്നു. മുത്തശ്ശി അമ്മയോട്, നീ പെട്ടെന്ന് അടുക്കളയിൽ പോയിട്ട് എന്റെ പല്ല് ഞാൻ അവിടെ നനച്ചു വെച്ചിട്ടുണ്ട്, അത് എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞ് ടെഡിനോട് പറഞ്ഞു, മോനെ നിനക്ക് മരങ്ങളെ പറ്റി അറിയണമെങ്കിൽ നീ ചോദിക്കുന്നത് വൺസ്ലറിനോടാണ്. വൺസ്ലർ ആണ് അവസാനമായിട്ട് മരങ്ങളെ കണ്ടയാള്. അയാളെ കണ്ടുപിടിക്കാനായിട്ട് നീ ഒരു തുരുമ്പ് പിടിച്ച ആണി, 15 സെന്റ് പൈസ, പിന്നെ ഉണ്ടല്ലോ ഒരു തന്ത ഒച്ചിനെയും കൂടെ കൂട്ടിയിട്ട് ഈ നാട് വിട്ട് പുറത്തേക്ക് പോകണം. ഈ നാട് വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി റീസൺസും കാര്യങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും നമ്മുടെ ടെഡ് നീഡ്വില്ലെ വിട്ട് പുറത്തേക്ക് പോവാണ്. ഇന്നേരത്ത് ഓഹെയറിന്റെ പുതിയ ബോട്ടിലിന്റെ പരസ്യം പുള്ളി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഓക്സിജൻ ആണല്ലോ വിൽക്കുന്നത്, പക്ഷെ അതിനു പറ്റിയ പരസ്യമൊന്നും ആയിരുന്നില്ല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നേരത്താണ് പുള്ളിയുടെ സെക്യൂരിറ്റീസ് ഈ നാട് വിട്ട് ഒരു കൊച്ചു പയ്യൻ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഓഹെയറിനെ അറിയിക്കുന്നത്. അവിടെ മുഴുവനായിട്ട് ക്യാമറ കണ്ണുകളായിരുന്നു. ഓഹെയർ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തത് ടെഡ് ആണെന്ന കാര്യം മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ടെഡ് ഈ നാട് വിട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അവന് കാണാൻ സാധിക്കുന്നത് മലിനമായി തരിശായി കിടക്കുന്ന ഒരു പിടി സ്ഥലങ്ങളായിരുന്നു. മുത്തശ്ശി പറഞ്ഞ വഴിയിലൂടെ ടെഡ് വൺസ്ലറിലെ കാണാനായിട്ട് യാത്രയാകുവാണ്. ശരിക്കും നമ്മുടെ ഈ നീഡ്വില്ലയിലെ വേസ്റ്റ് മുഴുവനായിട്ട് ഓഹെയർ തള്ളുന്നത് ഈ സ്ഥലത്തേക്കാണ്. അതായത് തന്റെ നാട് മാത്രം നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഭൂമിയിലെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം അയാളിപ്പോ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാരം. അങ്ങനെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു വീട് കണ്ട ടെഡ് അവിടെ എത്തി കോളിംഗ് ബെൽ അമർത്തുന്നു. എന്നിട്ട്, മിസ്റ്റർ വൺസ്ലർ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആ 3 സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ആകെ കൂടി അറിയേണ്ടത് മരങ്ങളെ കുറിച്ചാണ്. എനിക്ക് എങ്ങനെയാണ് ഇപ്പോ ഒരു മരത്തിന്റെ തൈ കിട്ടുക? ഇത് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് ടെഡ് വൺസ്ലറിനോട് ചോദിക്കുന്നു. അല്ല, ഇത്രയും നാളായിട്ട് ആരും തന്നെ മരങ്ങളെ കുറിച്ചറിയാൻ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. നിന്റെ ഉള്ളിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് മരങ്ങളെ പറ്റി അറിയണം. എന്റെ മുത്തശ്ശിയാണ് പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചാൽ അതറിയാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് റിസ്ക് എടുത്താ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. വൺസ്ലർ കഥ പറഞ്ഞു തുടങ്ങി. എനിക്ക് കണ്ടുപിടുത്തത്തില് വലിയ ഇഷ്ടമായിരുന്നു. എന്ന് എന്റെ വീട്ടുകാരെ എന്നെ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം നടത്താനായിട്ട് അതിനൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ. അങ്ങനെ ഞാൻ യാത്ര ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ട്രഫിൾ മരങ്ങളുടെ കാട് ഞാൻ കണ്ടെത്തിയത്. അത് കണ്ടപ്പോ തന്നെ സ്വർഗം പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഒരുപാട് ജീവജാലങ്ങളും അതുപോലെ ഈ മരങ്ങളും പുല്ലുകളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല സ്ഥലമായിരുന്നു അത്. അവിടെ എത്തിയപ്പോ തന്നെ എനിക്കാണെങ്കിൽ ഇൻസ്പിറേഷൻ വന്നിട്ട് എന്റെ തല മുഴുവൻ നിറഞ്ഞിരിക്കായിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ വീട് കെട്ടി താമസിക്കാം, എന്നിട്ട് എന്താണ് ഇത് വെച്ച് ചെയ്യേണ്ടതെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ആ മൃഗങ്ങളുടെ അടുത്ത് നിന്ന് ഈ മരങ്ങൾ വെട്ടാൻ നോക്കിയപ്പോ അവര് സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ മാഷ്മെല്ലോ എടുത്ത് അവർക്ക് എറിഞ്ഞു കൊടുത്തു. മാഷ്മെല്ലോ കഴിച്ചവര് അങ്ങനെ ആഹ്ലാദ തിമിർപ്പിലായിരിക്കുകയാണ്. മൃഗങ്ങള് മാഷ്മെല്ലോ കഴിച്ചെന്നു എന്ന് ടെഡ് ചോദിക്കുമ്പോൾ കഥയിലെ ചോദ്യമില്ല എന്ന് വൺസ്ലർ പറയുന്നു. നീ കഥ കേക്കട കൊച്ചെ. അങ്ങനെ ആ മൃഗങ്ങൾക്ക് മാഷ്മെല്ലോ കൊടുത്ത് ഞാൻ അങ്ങനെ ആദ്യത്തെ ട്രഫിൾ മരം മുറിച്ചു. എന്നാൽ ആ ട്രഫിൾ മരം മുറിച്ചതോട് കൂടിയിട്ട് മാഷ്മെല്ലോ കഴിച്ച ആ ഒരു സ്നേഹമൊന്നും മൃഗങ്ങൾ കാണിച്ചില്ല. അവര് എന്നെ കണ്ട് പേടിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ഈ മുറിഞ്ഞ മരത്തിൽ നിന്ന് ഒരു താടിക്കാരൻ, മഞ്ഞ നിറത്തിലെ ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെട്ടത്. അവനായിരുന്നു ദ ലോറക്സ്. ഈ ലോറക്സ് ആണ് മരങ്ങളുടെ സംരക്ഷകൻ.
അവൻ ആ വെട്ടിയ മരത്തിന് അന്തിമോപചാരം അർപ്പിച്ച മൃഗങ്ങളോട് എല്ലാവരോടും ഇതാര് ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും വൺസ്ലറിന്റെ പേര് ഒന്നിച്ചു പറയുവാണ്. ഇന്നേരത്ത് വൺസ്ലർ അവിടെ വീടും കെട്ടിയിട്ട് ഈ വെട്ടിയ മരത്തിലെ ഇലകൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോറക്സ് അവിടേക്ക് വന്നു. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് മരങ്ങൾ വെട്ടിയത്? ചോദിക്കാനായിട്ട് ഞാൻ ആരെയും ഇവിടെ കണ്ടില്ലല്ലോ എന്ന് വൺസ്ലർ ഉത്തരം പറഞ്ഞു. എന്നാൽ ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്. ഞാനാണ് ഈ മരങ്ങൾ സംരക്ഷിക്കുന്നവൻ. നീ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ ആ മരം ഇല്ലാതാവുന്നതല്ല, പകരം ഇവിടുത്തെ പ്രകൃതിക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരത്ത് വൺസ്ലർ നമ്മുടെ ലോറക്സിനും ഒരു മാഷ്മെല്ലോ കൊടുക്കാണ്. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലാൽ ഇമാതിരി പരിപാടിയായിട്ട് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. മരം വെട്ടണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവൻ അകത്തോട്ട് കയറി. നിന്നെ ഞാനെന്ന് അറിഞ്ഞ് ശപിച്ചാലുണ്ടല്ലോ, പിന്നെ നീ ഇവിടല്ല, ഈ ഭൂമിയിൽ തന്നെ നിൽക്കത്തില്ല. മര്യാദയ്ക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് പൊക്കോ എന്ന് ലോറക്സ് പറയുമ്പോൾ വൺസ്ലർ അവനെ ഇറക്കി വിട്ടു. ഇന്നത്തേക്ക് ഈ കഥ മതി. ഇനി നാളെ നിനക്ക് ശരിക്കും മരങ്ങളെ ഇഷ്ടമാണെങ്കിൽ നീ നാളെ ഈ കഥ കേൾക്കാൻ ഇങ്ങോട്ട് വരും. നാളെ വരുമ്പോഴുണ്ടല്ലോ എനിക്കൊരു പാക്കറ്റ് മാഷ്മെല്ലോ കൂടി കൊണ്ടുവരണമെന്ന് വൺസ്ലർ ടെഡിനോട് പറയുന്നു. നാളെ വരാനായിട്ട് ഇന്ന് തന്നെ കഷ്ടപ്പെട്ടാ വരുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ശേഷം വീട്ടിലെത്തിയ ടെഡ് ആണെങ്കിൽ പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഡ്രിയുടെ പിറന്നാൾ ദിവസത്തില് അവൾക്കായിട്ട് ഇവൻ ഒരു ട്രഫിൾ മരത്തിന്റെ തൈ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെയാണ് നമ്മുടെ ടെഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, മോനെ നീ എത്ര കിനാവ് കണ്ടിട്ടും കാര്യമില്ല, ഇന്ന് നിന്നെ പുറത്തോട്ട് വിടുന്നില്ല, കാരണം ഇന്ന് സൺഡേ ആണ്, ഫാമിലി ടൈം ആണെന്ന്. എന്നാ അവന്റെ അമ്മ പറഞ്ഞു, ഇന്ന് കളിക്കാനൊന്നും സമയമില്ല, കൊച്ചു പുറത്തുപോയി കളിക്കട്ടെ എന്ന് പറയുന്നു. ഇവൻ വീണ്ടും വൺസ്ലറിനെ കാണാനായി പോകാൻ ഒരുങ്ങിയപ്പോ ഓഹെയറും ആൾക്കാരും വന്ന്, എടാ കൊച്ചേർക്ക, നീ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി മേലാൽ നാടിന്റെ പുറത്തോട്ട് പോവരുത് എന്ന് പറയുമ്പോൾ എനിക്ക് മരങ്ങളെ സംരക്ഷിക്കണമെന്ന് ടെഡ് പറയാണ്. ഇവിടുത്തെ ജീവിതം സ്വർഗതുല്യമാണ്, അങ്ങനെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് പോടേർക്ക എന്നും പറഞ്ഞിട്ട് ഓഹെയർ തന്റെ ആൾക്കാരെ കൂട്ടി ഇവിടെ നിന്ന് പോവാണ്. അയാൾ പോയ ഉടനെ തന്നെ ടെഡ് ഒളിച്ചും പാത്തും നോക്കിയിട്ട് നേരെ വൺസ്ലറിനെ കാണാനായിട്ട് വീണ്ടും നാട് വിട്ടു വരുന്നുണ്ട്. എന്നിട്ട് വൺസ്ലറിന് വേണ്ടി മാഷ്മെല്ലോ കൊടുത്ത് ബാക്കി കഥ പറ എന്ന് പറയുന്നു. അല്ല, നീ മരം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നത് ഒരു പെണ്ണിന്റെ കാരണമല്ലേ എന്ന് വൺസ്ലർ ചോദിക്കുമ്പോൾ അതെ അതെ എന്ന് ടെഡ് മറുപടി പറയുന്നു. എന്നിട്ട് ഓഡ്രിയുടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ബാക്കി കഥ പറ എന്നും പറയാണ്. വൺസ്ലർ പറഞ്ഞു, അന്ന് രാത്രിയില് ഞാൻ ആ ഒരു ഇലകൾ പറിച്ചതെല്ലാം വെച്ച് ഒരു തുണി നെയ്തു, എന്നിട്ട് കിടന്നുറങ്ങിയതാണ്. എന്നാൽ രാത്രിയായപ്പോ ലോറക്സും കൂട്ടരും വന്ന് എന്നെ കട്ടിലോടെ അടക്കം നദിയിലേക്ക് തള്ളിവിട്ടു. അവരെന്നെ ഒഴുക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഇടയ്ക്കാണ് കരടിക്കുട്ടിയായ പിപ്പി ഈ കട്ടിലിൽ കയറിയിരുന്നത്. അങ്ങനെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരടികളും ലോറക്സും കൂടിയിട്ട് ഒരുപാട് ശ്രമം നടത്തി. അവസാനം എന്നെ ഉണർത്തിയല്ലാതെ അവർക്ക് കരടിക്കുട്ടിയെ രക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവരെന്നെ ഉണർത്തി. ഉണർന്നു നോക്കുമ്പോ ഞാൻ ദേ വെള്ളച്ചാട്ടത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ പിപ്പിയെയും ഞാൻ കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ ലോറക്സും എല്ലാവരും ചേർന്ന് എന്നെയും പിപ്പിയെയും രക്ഷപ്പെട്ട് വന്നപ്പോ എനിക്കറിയില്ലല്ലോ അവര് തന്നെയാണ് എന്നെ തള്ളിയിട്ടതെന്ന്. ഞാന് അവരോട് നന്ദിയൊക്കെ പറഞ്ഞപ്പോ അവര് തിരിച്ചു പറഞ്ഞു, ഞങ്ങള് കാരണം നീ ഇപ്പൊ ഇതിലൂടെ പോയത്. നീ ഒരിക്കലും ആപത്തിലൊന്നും പെടാതിരിക്കണമെങ്കിൽ നീ ഞങ്ങൾക്കൊരു വാക്ക് തരണം, ഇനി ഒരിക്കലും ഒരു മരം പോലും വെട്ടരുതെന്ന്. അന്നേരം ഞാന് അവർക്ക് വാക്കും കൊടുത്തു. എന്നിട്ട് ഒരു സൗഹൃദ സന്ധ്യ ഒപ്പുവെച്ചതുപോലെ വീടിനകത്തേക്ക് കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴായിരുന്നു രസം. ലോറക്സ് അടക്കം അവിടെയുള്ള മൃഗങ്ങൾ എല്ലാവരും തന്നെ എന്റെ വീടിനകത്താണ്. നമ്മൾ ഫ്രണ്ട്സ് ആയല്ലോ, അപ്പോ നിന്റെ എല്ലാം എന്റേതും എന്റെ എല്ലാം നിന്റേതും, അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്നു. പക്ഷെ എന്റെ ബ്രഷ് അടക്കം എടുത്ത് ലോറക്സ് പല്ല് തേക്കുമെന്ന് ഞാൻ ഓർത്തതേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ, ആ തുണി അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഇത് വെച്ച് ഞാൻ പൈസക്കാരനാവും. ഈ ഒരു തുണി വെച്ച് ഇത് ക്യാപ്പാക്കാം, ഡ്രസ്സാക്കാം, തണുക്കുമ്പോൾ ധരിക്കാനുള്ള കോട്ടാക്കാം, അങ്ങനെ പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട്. അങ്ങനെ ഇതുമായിട്ട് ഞാൻ നേരെ പട്ടണത്തിലേക്ക് പോയി. പക്ഷേ പട്ടണ നിവാസികൾ എല്ലാവരും എന്നെ സാധാരണ എങ്ങനെ കളിയാക്കാറുണ്ടോ അതുപോലെ തന്നെ ചെയ്തു. ഞാനത് ദൂരെ എറിഞ്ഞു വന്നതാണ്. പക്ഷെ അപ്പോഴാണ് പട്ടണ നിവാസികൾക്ക് അത് നല്ല തൊപ്പിയാക്കാമെന്ന് മനസ്സിലായത്. നമ്മുടെ വൺസ്ലർ ആവട്ടെ ഇതൊന്നും അറിയാതെ നേരെ കാട്ടിലേക്ക് വന്ന് ഞാൻ ഇത്തവണയും തോറ്റു തുന്നം പാടിയടോ എന്ന് പറഞ്ഞിട്ട് ഇവർക്കെല്ലാവർക്കും പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്താണ് നാട്ടുകാരെല്ലാവരും വൺസ്ലറിന്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ഒരുപാട് തൊപ്പികൾ വേണമെന്ന് പറയുന്നത്. ഓ, തന്റെ ഇപ്രാവശ്യത്തെ ബിസിനസ് സക്സസ് ആയല്ലോ എന്നോർത്ത് വൺസ്ലർ അപ്പ തന്നെ ഇതുവരെ തന്നെ അംഗീകരിക്കാത്ത അവന്റെ ഫാമിലിയെ വിളിച്ച് വിവരം പറയുവാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് കാശുകാരാകാൻ പോകുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയുന്നു. ഈ കഥയൊക്കെ തന്നെ ടെഡ് തന്റെ ഗ്രാനിയോട് പറഞ്ഞു കൊടുത്തു. ടൗണിലേക്ക് പോയപ്പോഴാണ് അവിടെ വെച്ച് ഓഡ്രിയെ ഇവര് മീറ്റ് ചെയ്യുന്നത്.
ഓഡ്രി വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഓഹെയർ എല്ലായിടത്തും സെക്യൂരിറ്റി ക്യാമറാസ് വീണ്ടും ഒരുപാട് സ്ഥാപിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ടെഡിനെ തടഞ്ഞു വെക്കാനാണ് അവൻ ഈ പണി ചെയ്തത്. എന്നാൽ നമ്മുടെ ടെഡ് അങ്ങനെയൊന്നും അടങ്ങുന്നവനായിരുന്നില്ല. ഒരു വഴി അടഞ്ഞു കഴിഞ്ഞ മറ്റൊരു വഴി തുറക്കപ്പെടുമെന്നാണല്ലോ. അങ്ങനെ തുറക്കപ്പെട്ടില്ലെങ്കിലും അവൻ തുറന്നു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വൺസ്ലറിനോട് സംസാരിക്കാണ്. കഥയുടെ 3-ാം ഭാഗം പറയുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു വൺസ്ലറിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആയതറിഞ്ഞ് അവന്റെ വീട്ടുകാരും ഈ കാട്ടിലേക്ക് വരികയാണ്. അതുവരെ അവനെ അംഗീകരിക്കാത്ത ആൾക്കാര് അവനെന്തെങ്കിലും നല്ല കാലം വന്നു എന്ന് കേൾക്കുമ്പോൾ അവന്റെ കൂടെ നിൽക്കും. എന്നിട്ട് അവന് കിട്ടുന്ന പൈസ അത്രയും ഊറ്റിക്കൊണ്ടു പോകും. അവർക്ക് നമ്മുടെ ലോറക്സിനെ നമ്മുടെ വൺസ്ലർ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതേതാ ഈ മീശക്കാരൻ, ഇവൻ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ച് അവന്റെ അമ്മായി ലോറക്സിനോട് ചുമ്മാ തട്ടിക്കയറുന്നത് കണ്ടപ്പോൾ വൺസ്ലർ പറഞ്ഞു, ഇവനാണ് ഈ മരങ്ങളുടെ സംരക്ഷകൻ. ഇവൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഇല പറിച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. ലോറക്സ് പറയുന്നുണ്ടായിരുന്നു, നീ ഒരിക്കലും നിന്റെ പ്രോമിസ് തെറ്റിക്കരുതെന്ന്. ഇപ്പൊ നമ്മുടെ വൺസ്ലർ ഇത് വെച്ച് ഒരു ഫാക്ടറി നിർമ്മിക്കുന്ന കാര്യം ഓർത്തോണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ വന്നു പറഞ്ഞു, ഈ ഇലകൾ ഇങ്ങനെ ചുമ്മാ പറിച്ചെടുക്കാൻ വലിയ പാടാ, തൽക്കാലം നമുക്ക് 2-3 മരങ്ങൾ വെട്ടിയാലോ. ഇത് കേട്ടപ്പോൾ വൺസ്ലർ പറഞ്ഞു, കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമെങ്കിൽ ഒരു 2-3 മരങ്ങളൊക്കെ വെട്ടിക്കോ, അത് വലിയ പ്രശ്നമില്ല എന്ന്. എന്നാൽ ലോറക്സും മൃഗങ്ങളുമെല്ലാം കാടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വൺസ്ലറിന്റെ വീട്ടുകാര് 2-3 മരത്തിന് പകരം സകല മരങ്ങളും വെട്ടിയെറിയാനായി തുടങ്ങിയത്. എന്നാൽ വൺസ്ലറിനെ തടഞ്ഞു വെക്കാൻ നോക്കുമ്പോഴോ ഇതെല്ലാം കണ്ട് അവന്റെ മനസ്സും മാറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മരങ്ങൾ വെട്ടിയെന്ന് കരുതിയിട്ട് ഇതൊക്കെ ഇനിയും വളരുന്നതല്ലേ, ഇപ്പൊ ഈ കണ്ട മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പൈസക്കാരനാവും. പൈസ വെച്ച് നമുക്ക് ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് മരങ്ങൾ വേറെ വാങ്ങി വെക്കാമല്ലോ. അപ്പൊ ഇതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യം എന്താണ്? ഇപ്പൊ അത്യാവശ്യം മരങ്ങളൊക്കെ വെട്ടി എന്റെ ഫാക്ടറി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് അവസാനിക്കും. ഈ മൃഗങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ലൈഫ് ഉണ്ടായിരിക്കും, ലോറക്സിനും നല്ല ലൈഫ് ഉണ്ടായിരിക്കും, എനിക്കും അതുപോലെ പൈസയൊക്കെ കിട്ടും എന്ന് പറയുന്നു. അങ്ങനെ ലോറക്സിനും മൃഗങ്ങൾക്കും കൊടുത്ത വാക്ക് തന്നെ നമ്മുടെ വൺസ്ലർ മറന്നുപോയി. അവന്റെ കണ്ണിൽ വെറും പൈസ പൈസ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ലോറക്സ് വൺസ്ലറിനെ കാണാൻ വരുന്നത്. ഓ, നിനക്ക് എന്നെ തടഞ്ഞു വെക്കായിരുന്നെങ്കിൽ നീ പറഞ്ഞല്ലോ നിനക്ക് മന്ത്രശക്തി ഉണ്ടെന്ന്, അത് വെച്ച് ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ നിന്റെ കണ്ണിലും ഇതത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വൺസ്ലറിന് ലോറക്സ് അവസാന മരം കാണിച്ചു കൊടുത്തു. ഇതുകൂടി വെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഈ പ്രവൃത്തി തടയാനായിട്ട് പിന്നെ ആരും വരേണ്ടി വരില്ല എന്ന് പറയുന്നു. അങ്ങനെ ആയിരക്കണക്കിന് മരങ്ങൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പൊ ഒരു ഒറ്റ മരം പോലും ഇല്ല. വൺസ്ലറിന് തന്റെ തെറ്റൊക്കെ മനസ്സിലാകുവാണ്. മരങ്ങൾ പോയതോട് കൂടിയിട്ട് നാട്ടുകാർക്ക് ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടാനായിട്ട് ആരംഭിച്ചു. തന്റെ മിഷൻ പൊളിഞ്ഞതറിഞ്ഞ് വൺസ്ലറിന്റെ വീട്ടുകാരും അവന് വിട്ടുപോയി. അവസാനമായി ലോറക്സും പറഞ്ഞു, നിനക്ക് ചെയ്യാതിരിക്കുമായിരുന്നെങ്കിൽ, അതായത് നീ ഒരിക്കലും ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പലതും ഇപ്പോഴും ഇവിടെ അവശേഷിച്ചേനെ. മൃഗങ്ങളെല്ലാവരും ഇവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ലോറക്സ് എന്ന ആ മരങ്ങളുടെ സംരക്ഷകനും നേരെ ആകാശത്തേക്ക് പോവുകയാണ്. വൺസ്ലറിന് താൻ ചെയ്ത തെറ്റ് മനസ്സിലാകുന്നു. അവന് പല കാര്യങ്ങളും ചെയ്യാതിരിക്കാമായിരുന്നു. ടെഡിനോട് അവസാനം വൺസ്ലർ പറഞ്ഞു, അവസാനമായിട്ടുള്ള ട്രഫിൾ മരങ്ങളുടെ ഒരു വിത്ത് എന്റെ കയ്യിലുണ്ട്. നീ കുട്ടി അത് പോയിട്ട് നിന്റെ നാട്ടിൽ സ്ഥാപിക്കണം. ആ ഒരു മരത്തിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കണം. അങ്ങനെ പണ്ടത്തെ ഭൂമിയെ നീയായിട്ടെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു. ടെഡ് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ തരുന്ന വാക്ക് ഉറപ്പായിട്ടും നിറവേറ്റുമെന്ന് പറഞ്ഞ് നേരെ നീഡ്സ് വില്ലയിലേക്ക് വരികയാണ്. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു മരത്തിന്റെ വിത്ത് കൊണ്ടുവന്നത് ഈ ഓഹെയർ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ വീട്ടിലെത്തിയിട്ട് അവിടേക്ക് നമ്മുടെ ഓഡ്രിയെ വിളിച്ചു വരുത്തുന്ന സമയത്താണ് ഓഹെയർ അവിടേക്ക് വന്നിട്ട് നമ്മുടെ ടെഡിനോട് നിന്റെ കയ്യിലുള്ള ആ മരത്തിന്റെ വിത്ത് അത് മര്യാദയ്ക്ക് എനിക്ക് തന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവന്റെ റൂം കയറിയിട്ട് ഇവരെല്ലാവരും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അന്നേരം നമ്മുടെ ടെഡിന്റെ അമ്മ ഇത് കണ്ടുകൊണ്ട് വന്ന്, ഇവിടെ ഈ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറയാണ്. ഭാഗ്യത്തിന് ടെഡിന്റെ മുത്തശ്ശി ഈ വിത്ത് കൊണ്ടുപോയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് മുളച്ചു വരുന്നുണ്ടായിരുന്നു. അന്നേരം ഓഡ്രിയും അവിടേക്ക് വന്നു. എത്രയും പെട്ടെന്ന് ഇത് നമ്മൾക്ക് എവിടെയെങ്കിലും കുഴിച്ചിടണം എന്നായി പിന്നെ ടെഡിന്. അങ്ങനെ ഇവര് പുറത്തോട്ട് പോവാണ്. ആദ്യം ഇവന്റെ അമ്മയാണ് വണ്ടിയിൽ പുറത്തോട്ട് പോകുന്നത്. ഇത് കണ്ട് ഓഹെയറും ആൾക്കാരും അതിലാണ് ടെഡ് ഉള്ളതെന്ന് കരുതിയിട്ട് അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ടെഡ് അതിലില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. ഇതേ സമയത്ത് ടെഡും ഓഡ്രിയും മുത്തശ്ശിയും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അന്നേരം ഓഹെയറും ആൾക്കാരും കൂടെ അവന്റെ പിന്നാലെയായിട്ട് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ വിത്താണെങ്കിൽ ഈ നമ്മുടെ ഓഹെയറിന്റെ ഓക്സിജൻ കൊടുക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ടാങ്കുകൾ ഉണ്ടല്ലോ, അത്തരത്തിലെ ഒരു ടാങ്കിന്റെ ഉള്ളിൽ പോയി പെടുന്നുണ്ട്. ആ ടാങ്ക് ആവട്ടെ നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഓഹെയറിന്റെ കയ്യിലേക്ക് വന്ന് വീഴുന്നുമുണ്ട്. ഈ ടാങ്ക് എനിക്ക് കിട്ടി, ഇനി എല്ലാ കാര്യങ്ങളും അടിപൊളിയായി നടക്കും എന്നൊക്കെ പറഞ്ഞ്
ഓഹെയർ ഇങ്ങനെ അഹങ്കരിച്ച് നിന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ടെഡും ഓഡ്രിയും മുത്തശ്ശിയും കൂടെ നേരെ വണ്ടിയിൽ വന്ന് ഈ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ടാങ്കും അടിച്ചു മാറ്റിയിട്ട് ഒരൊറ്റ പോക്ക് പോകുന്നത്. ഇത് നമുക്ക് ഈ സിറ്റിയുടെ നടുക്ക് തന്നെ കുഴിച്ചിടണമെന്ന് പറയാൻ പോവാണ് ഇവര്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ സിറ്റിയുടെ ഏറ്റവും നടുക്കായിട്ടുള്ളത് ഓഹെയറിന്റെ ഒരു സ്വർണ്ണ പ്രതിമയാണ്. അതേ സ്ഥലം തന്നെ ഇവർ തെരഞ്ഞെടുത്തു. ബുൾഡോസർ ഉപയോഗിച്ച് അങ്ങനെ ഈ ഒരു സിറ്റി മാന്തി അവിടെ മണ്ണുണ്ടാക്കി. അന്നേരം ഓഹെയർ വന്ന് നാട്ടുകാരോട് പറഞ്ഞു, ഇവര് മരം കുഴിച്ചിടാൻ പോവാണത്രേ. മരം കുഴിച്ചിട്ട ഇലകൾ വീണ് ഇവിടെ ആകെ അഴുക്കാവും, പിന്നെ ഒരുപാട് ഉറുമ്പുകളും കിളികളും അങ്ങനെ ഇവിടെ ആകെ നാശമാകും എന്നൊക്കെ പറയുന്നു. ഓഡ്രി പറഞ്ഞു, മരമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്ന ഓക്സിജൻ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, നമുക്ക് ഈ മരങ്ങളാണ് നമുക്ക് ഓക്സിജൻ തരാനായി പോകുന്നത്. എന്നിട്ട് ഓഹെയർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഈ സിറ്റിയുടെ മതിൽ പൊളിച്ച നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുവാണ്. ഇവിടെ മുഴുവനായിട്ട് മരങ്ങളായിരുന്നു. എന്നാൽ മരങ്ങൾ വെട്ടിയ അയാള് ഇപ്പോ താൻ ചെയ്ത തെറ്റോർത്ത് അത്രയ്ക്ക് വിഷമിച്ച് കഴിയാണ്. അയാളുടെ ആ അവസ്ഥ മുതലെടുത്ത് നമ്മൾക്കെല്ലാവർക്കും ഓക്സിജൻ തന്ന് ബിസിനസ്സിൽ വലിയ പണക്കാരനാവാൻ മാത്രമാണ് ഓഹെയർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഓഹെയർ വീണ്ടും നാട്ടുകാരോട് ഇവര് പറയുന്നതൊക്കെ നുണക്കഥയാണ്, മരത്തിന് ഓക്സിജൻ തരാനൊന്നും കഴിവില്ല എന്ന് പറയുമ്പോൾ കുറെ മനുഷ്യന്മാര് പറഞ്ഞു, അതായത് പ്രായം ചെന്നവര്, ഞങ്ങൾക്കറിയാത്തതല്ലോ ഈ ലോകം, എന്തായാലും അവനൊരു മരം വെക്കട്ടെ എന്ന്. അങ്ങനെ ടെഡും ഓഡ്രിയും കൂടെ അവിടെ വീണ്ടും മരം വെക്കുന്നു. ആ മരത്തിൽ നിന്ന് മുളപൊട്ടി വിത്തുകൾ വന്നതോട് കൂടിയിട്ട് വീണ്ടും ഈ നാട്ടില് മരങ്ങൾ അങ്ങനെ ഉണ്ടാവാനായി തുടങ്ങിയിരിക്കുകയാണ്. അത്രയും കാലം പുറം ലോകം കാണാതിരുന്ന നമ്മുടെ വൺസ്ലർ താൻ ചെയ്ത തെറ്റിന് ഇപ്പൊ പ്രായശ്ചിത്തമായിരിക്കുന്നു എന്ന് കണ്ട് പുറത്തേക്ക് വന്നു തുടങ്ങി. അന്നേരം ലോറക്സും ഇവനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ ചെയ്തത് അത് ശരിയാണെന്ന് പറയുന്നു. സിനിമയുടെ ഏറ്റവും അവസാനത്തില് ഈ ഒരു കഥ എഴുതിയിട്ടുള്ള വ്യക്തി ഡോക്ടർ സ്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് നമ്മളെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാളാൽ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും വിജയത്തിലേക്ക് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുകയുള്ളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ്, നമ്മൾ അങ്ങനെ ചെയ്താൽ തെറ്റായി പോവും എന്ന് പറഞ്ഞ് നമ്മളെ കെയർ ചെയ്ത് ഉപദേശിക്കാനോ ഒരാൾ നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തായാലും സക്സസ് ആവും എന്നാണ് ഡോക്ടർ സ്യൂസ് ഈ ഒരു കഥയിലൂടെ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് വൺസ്ലർ ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് എന്താണെന്ന് വെച്ചാൽ മരങ്ങളെ ഫുള്ള് വെട്ടി നശിപ്പിച്ച് ആ നാടിനെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. എന്നാ വൺസ്ലർ ചെയ്ത ഈ ഒരു തെറ്റ് പുള്ളിക്കാരൻ അത് തെറ്റാണെന്ന് മനസ്സിലായ സമയത്ത് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഓഹെയർ എന്താണ് ചെയ്തത്, നാട്ടുകാരെ കബളിപ്പിച്ച് പുള്ളിയുടെ ആവശ്യത്തിന് മാത്രമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഓക്സിജൻ വിൽക്കാനായിട്ട് തുടങ്ങി. ഒരിക്കലും പുറം ലോകമായിട്ട് അവർക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ട് ഈ ഭൂമിയിൽ മരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അവർക്ക് അറിയുന്നത്. ഈ മരങ്ങളെ നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ മനുഷ്യന്മാർ തന്നെ ഒഴിവാക്കിയതാണ്. കാരണം അത്രയ്ക്കേറെ ബുദ്ധിമുട്ടാണ് മരങ്ങളെ കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓഹെയർ അവിടെ കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ടെഡ് എന്ന് പറയുന്ന ആ 10 വയസ്സുകാരൻ കുട്ടിക്ക് വൺസ്ലർ തന്റെ കഥ പറഞ്ഞു കൊടുത്തതോട് കൂടിയിട്ട് മരങ്ങളെ സ്നേഹിക്കാനായിട്ട് അവൻ തുടങ്ങി. അങ്ങനെ മരങ്ങൾക്ക് അവൻ കൊടുത്ത ആ ഒരു സ്നേഹമാണ് പിന്നീട് ആ ലോകത്ത് മാറ്റം കൊണ്ടുവന്നത്. സോ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മളെ സ്നേഹിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ല മച്ച് മോർ ബെറ്റർ ആയിരിക്കും എന്നാണ് ഡോക്ടർ സ്യൂസ് പറയുന്നത്. സോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൽ 90% എബവ് ആൾക്കാരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറന്നു പോയിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സോ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോ നമുക്കെന്നാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ കമന്റ് സെക്ഷന്റെ കാര്യം മറക്കണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കുക. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. അപ്പോ ടാറ്റാ ബൈ.